ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. NSS എക്കാലത്തും മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച സംഘടനയെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA. STU സംസ്ഥാന സമ്മേളനം ജനുവരി 31 മുതൽ ഫെബ്രുവരി 2 വരെ കോഴിക്കോട്ട്. പ്രവാസികളും മൈഗ്രന്റുകളും നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പ്രോഗ്രസീവ് മൈഗ്രൻസ് ഓർഗനൈസേഷന്റെ സംസ്ഥാന കൺവെൻഷൻ കോഴിക്കോട്ട്. ബഹുസ്വരതയെ ഏകസ്വരമാക്കാൻ ശ്രമിക്കുന്നത് എതിർക്കണമെന്ന് ഗായകൻ VT മുരളി. ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം ആശങ്കാജനകമെന്ന് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. NSS എക്കാലത്തും മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച സംഘടനയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA. കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. അല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അവരെന്നും നല്ല മതേതര കാഴ്ചപ്പാട് എടുത്ത് പോയിട്ടുള്ള ഒരു സംഘടനയാണ്. ആ കാഴ്ചപ്പാടിന് വ്യതിയാനം വരുമ്പോഴാണ് അത് ചർച്ചയാവുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല, ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, NSS എന്നും സൗഹൃദത്തിന് പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു സംഘടനയാണ്. SNDP അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ചില വ്യതിയാനങ്ങളൊക്കെ വന്നപ്പോഴാണ് അത് ചർച്ചയായത്. എന്തായാലും ശരി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനെപ്പറ്റിയൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. പത്മ അവാർഡൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ, പിന്നെ അതിന് ഓരോരുത്തരും അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാനത് ഒരു ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാജ്യം നൽകുന്ന ഒരു പുരസ്കാരം, ആ പുരസ്കാരം ഒരാൾക്ക് കിട്ടിയാൽ അതിനെക്കുറിച്ച് മോശമാക്കി പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. അത് രാജ്യം നൽകുന്ന പുരസ്കാരമല്ലേ. അപ്പോൾ ഒരാളെ രാജ്യം അംഗീകരിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ എതിരായി പറയേണ്ട കാര്യമൊന്നുമില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU സംസ്ഥാന സമ്മേളനം ജനുവരി 31 മുതൽ ഫെബ്രുവരി 2 വരെ കോഴിക്കോട്ട് നടക്കും. കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സംസ്ഥാന നേതാക്കളും നൂറുകണക്കിന് തൊഴിലാളികളും പങ്കെടുക്കും. എല്ലാ വർഷവും സംസ്ഥാന സമ്മേളനം നടത്താറില്ല. കൗൺസിലും കമ്മിറ്റികളും ഒക്കെ കൂടാറുണ്ട്, മെമ്പർഷിപ്പ് നടക്കാറുണ്ട്, തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട്, കമ്മിറ്റികൾ വരാറുണ്ട്. സിസ്റ്റമാറ്റിക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനം വർഷങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട്ട് വെച്ച് നടന്നത്. ഇത്തവണ വളരെ വിപുലമായ രീതിയിൽ എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയും പൊതുസമ്മേളനവുമാണ് മുഖ്യ പരിപാടിയായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. STU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ കൊടിമര ജാഥ ജനുവരി 31 കോഴിക്കോട് കടപ്പുറത്ത് സംഗമിക്കും. സംസ്ഥാന പ്രസിഡന്റ് M റഹ്മത്തുള്ള പതാക ഉയർത്തും. ഫെബ്രുവരി 1 സരോവരം പാർക്കിൽ നിന്നും തൊഴിലാളി പ്രകടനം ആരംഭിക്കും. വൈകിട്ട് 6 നടത്തുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് M റഹ്മത്തുള്ള അധ്യക്ഷനാകും. ഫെബ്രുവരി 2 രാവിലെ 10:30 മണിക്ക് തളി ജൂബിലി ഹാളിൽ പ്രതിനിധി സമ്മേളനം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ അവകാശങ്ങൾ സംബന്ധിച്ച് ചർച്ചയും നടക്കും. വൈകിട്ട് 4 ഇശൽ വിരുന്ന് അരങ്ങേറും. തൊഴിൽ കോഡുകൾ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും തൊഴിൽ മേഖലയോട് വഞ്ചനാപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും സമ്മേളനത്തിൽ പ്രതിഷേധം ഉയരുമെന്നും ഭാരവാഹികളായ PMA സലാം, M റഹ്മത്തുള്ള, അഹമ്മദ് കുട്ടി ഉണ്ണികുളം, KP മുഹമ്മദ് അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
പ്രോഗ്രസീവ് മൈഗ്രൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. CMP ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവാസികളും മൈഗ്രന്റുകളും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ PMO വേദിയായി മാറുമെന്ന് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. പ്രവാസികളുടെയും മൈഗ്രന്റ് സമൂഹത്തിന്റെയും അവകാശ സംരക്ഷണവും സാമൂഹിക സാമ്പത്തിക ശാക്തീകരണവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രോഗ്രസീവ് മൈഗ്രൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന കൺവെൻഷൻ കോഴിക്കോട് അളകാപുരി ഹോട്ടലിൽ നടന്നു. CMP ജനറൽ സെക്രട്ടറി CP ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി PMO ഗ്ലോബൽ പ്രവാസി രത്ന പുരസ്കാരം PK അബ്ദുള്ളക്കോയയ്ക്ക് CP ജോൺ സമർപ്പിച്ചു. അബ്ദുള്ളക്കോയയ്ക്ക് വേണ്ടി മരുമകൻ സാലി പുരസ്കാരം ഏറ്റുവാങ്ങി. ചെയർമാൻ NP അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ, ഗ്ലോബൽ KMCC ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് കുട്ടി, INCAS ദുബായ് സ്ഥാപക പ്രസിഡന്റ് മായൻ NR എന്നിവർ പങ്കെടുത്തു. പ്രവാസി മൈഗ്രന്റ് സമൂഹം നേരിടുന്ന സാമൂഹിക സാമ്പത്തിക നിയമപരമായ വെല്ലുവിളികളും അവർക്കായി സർക്കാർ തലത്തിൽ നടപ്പിലാക്കേണ്ട ഇടപെടലുകളും പ്രഭാഷകർ വിശദീകരിച്ചു. KSYF മീഡിയ കൺവീനർ ജിംസ് V എബ്രഹാം, CMP കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബാലഗംഗാധരൻ, MVR ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ അഷറഫ് മണക്കടവ്, കൺവെൻഷൻ കൺവീനർ നസീൽ ഇബ്രാഹിം, PMO സംസ്ഥാന കൺവെൻഷൻ ഫിനാൻഷ്യൽ സെക്രട്ടറി TMA ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണൻ കണിയാപുരം, അഷറഫ് കായക്കൽ തുടങ്ങിയവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് നടന്ന സെഷൻ 2-ൽ PMO സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി PK അബ്ദുറഹിമാൻ കുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ, CMP സ്റ്റേറ്റ് സെക്രട്ടറി CN വിജയകൃഷ്ണൻ എന്നിവർ ലീഡർഷിപ്പ് ടോക്കിൽ പങ്കെടുത്തു. വിഷൻ സർക്കിൾ എന്ന പേരിൽ തുറന്ന ചർച്ചയും നടന്നു. പ്രവാസികളും മൈഗ്രന്റുകളും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സംഘടിതവും ദീർഘകാലപരവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് PMO ശക്തമായ വേദിയായി മാറുമെന്നും സമ്മേളനം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഗായകൻ VT മുരളിയും മുഖ്യ പ്രഭാഷണം KN കുഞ്ഞഹമ്മദും നിർവഹിച്ചു. KHSTU സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം ഗായകൻ VT മുരളിയും മുഖ്യ പ്രഭാഷണം KN കുഞ്ഞഹമ്മദും നിർവഹിച്ചു.
ആശയപരമായി മറുപക്ഷമാണെങ്കിലും ഇന്ത്യൻ സാംസ്കാരികതയുടെ മൂല്യശോഷണത്തെക്കുറിച്ച് വിലയിരുത്തലായിരുന്നു പ്രസംഗത്തിലുടനീളം കേൾക്കാനായത്. ബഹുസ്വരതയെ ഏകസ്വരമാക്കാൻ ശ്രമിക്കുന്നത് എതിർക്കണമെന്ന് പ്രശസ്ത ഗായകൻ VT മുരളി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ മൊത്തം കാണുന്ന രീതിയിലുള്ള ഇന്ത്യയുടെ സാംസ്കാരികമായ ബഹുസ്വരത അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ബഹുസ്വരമായ ഒരു സാംസ്കാരിക പൈതൃകത്തെയൊക്കെ നമ്മൾ അനുഭവിച്ചു വന്ന ഒരുപാട് മതനിരപേക്ഷമായ കാര്യങ്ങളെയൊക്കെ അതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിന് നമ്മുടെ ഭാരത സർക്കാർ ഉപയോഗിക്കുന്ന വഴി വിദ്യാഭ്യാസത്തിലൂടെയുള്ള കടന്നുകയറ്റമാണ്. അത് മറ്റ് പല കാലങ്ങളിലും ഉണ്ടായിട്ടില്ലാത്ത പോലെ വളരെ കൃത്യമായി അത് ഒരു അജണ്ടയോടുകൂടിയാണ് രംഗത്ത് വരുന്നത്. ജീവിതമെന്ന പാഠപുസ്തകമാണ് ആദ്യം പഠിക്കുന്നതെന്ന് KEN പറഞ്ഞു. ക്ലാസ് മുറിക്ക് അപ്പുറത്ത് ക്ലാസ് മുറിയുടെ 4 ചുമരുകളെ കവിയുന്ന, പരീക്ഷയിൽ പരിമിതപ്പെടാത്ത, ടെക്സ്റ്റ് ബുക്ക് പൊളിക്കുന്ന, ജനായത്ത മതനിരപേക്ഷ മാനവിക ബഹുസ്വര പ്രിയ മൂല്യങ്ങളിലേക്ക് നമ്മളെ തന്നെയും മറ്റുള്ളവരെയും നമ്മളുടെ വാക്കുകൾ കൊണ്ട്, നമ്മളുടെ ഇടപെടൽ കൊണ്ട്, നമ്മളുടെ വരകൾ കൊണ്ട്, നമ്മുടെ പാട്ട് കൊണ്ട്, നമ്മുടെ നൃത്തം കൊണ്ട്, നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ മൗനം കൊണ്ട് നമുക്ക് വിമോചിപ്പിക്കാനാവുന്നില്ലെങ്കിൽ ആ വിമോചനം എന്നത് നമ്മുടെ ആലോചനയുടെ പ്രാഥമികമായ ഒരു കാര്യപരിപാടി പോലുമായി മാറുന്നില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനം എന്നുള്ളത് അതിൻ്റെ നീര് വറ്റി എത്ര പിഴിഞ്ഞാലും ഒരു തുള്ളി നീര് കിട്ടാത്ത ഒരു ക്ലീശേ പദമായിട്ട് മാറും. AK അജീബ് അധ്യക്ഷനായിരുന്നു. സലാം കല്ലായി, KT അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ S സന്തോഷ് കുമാർ, A അബൂബക്കർ, ഡോക്ടർ നിസാർ ചേലേരി, O ഷൗക്കത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കുടുംബസംഗമം സമീർ ബിൻസി ഉദ്ഘാടനം ചെയ്തു. ഇസ്രത്ത് സബ, ജോസഫ് എന്നിവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് കുടുംബമേള വർണ്ണാഭമായി. ടുഗദർ അറ്റ് 26 കാരപ്പറമ്പ് HSS വേദിയായി. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സംഗീത പരിപാടിയും കോമഡി ഷോയും കരാട്ടെ പ്രദർശനവും ആഘോഷത്തിന് പൂർണ്ണതയേകി. കാലിക്കറ്റ് പ്രസ് ക്ലബ് കുടുംബമേള ടുഗദർ അറ്റ് 26 വിവിധ പരിപാടികളോടെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിരമിച്ച അംഗങ്ങൾക്കുള്ള യാത്രയയപ്പ്, 10ാം ക്ലാസ് ഉന്നത വിജയികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം, ജാസിം ജമാൽ, കീർത്തന എന്നിവർ നയിച്ച ഗാനസന്ധ്യ, പ്രദീപ് ബാലന്റെ കോമഡി ഷോ, കാച്ചോ കാർഡോ കരാട്ടെ മാർഷ്യൽ ആർട്സ് അക്കാദമിയുടെ കരാട്ടെ പ്രദർശനം തുടങ്ങിയ പരിപാടികൾ നടന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബമേളകൾ തീർച്ചയായും അത് ഏത് മേഖലയിലുള്ളതായിക്കൊള്ളട്ടെ സന്തോഷമേറെ നൽകുന്നതാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. BLM ഡയറക്ടർ VKCB, മലബാർ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ മിലി മണി, മലബാർ ഐ ഹോസ്പിറ്റൽ MD PM അബ്ദുൾ റഷീദ്, CP മുസാഫർ അഹമ്മദ്, പ്രസ് ക്ലബ് ഭാരവാഹികളായ P പ്രജിത്ത്, A ബിജുനാഥ്, KS രേഷ്മ, O സയ്യിദ് അലി ഷിഹാബ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PK സജിത്ത് സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ സനു ജോർജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം ആശങ്കാജനകമെന്ന് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ. കോഴിക്കോട്ട് നടന്ന ജില്ലാ സമ്മേളനം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ഷമീൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ സ്വയംഭരണാവകാശം സംരക്ഷിക്കപ്പെടണമെന്നും വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നിയന്ത്രിക്കപ്പെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെയും അധ്യാപക സംഘടനകളുടെയും അഭിപ്രായങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കണമെന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് നടന്ന കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ഷമീൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നല്ലളം നാസർ മദനി അവാർഡ് താമരശ്ശേരി അബ്ദുൽ കലാം മാസ്റ്റർക്ക് സമ്മേളന വേദിയിൽ സമ്മാനിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഘടനാ നേതാക്കൾക്കുള്ള യാത്രയയപ്പ് നൽകി. സംസ്ഥാന സ്കൂൾ അറബി കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ട്രഷറർ E മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് അവർകൾ പറഞ്ഞ കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടിയാണ് ഇനി നമ്മുടെ സംഘടന വളരെ
വളരെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. അറബികളുമായി വളരെയേറെ ബന്ധമുള്ള ആളുകളാണ് നമ്മളിപ്പോൾ. എല്ലാവരും അറബിയുടെ ഒന്നോ രണ്ടോ വാക്കുകൾ പറയുന്ന ആളുകളാണ്. അപ്പൊ അത്രയും വലിയൊരു ദൃഢബന്ധമുള്ള അറബി ഭാഷയുടെ ഒരു സർവകലാശാല കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ഒരു അഭ്യർത്ഥന കൂടി അറിയിച്ചുകൊണ്ട് സമ്മേളനത്തിൽ EC നൌഷാദ്, P അബ്ദുൾ ജലീൽ, SV ഷീർഷാദ്, ഷജീർ ഖാൻ ബയ്യാനം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചെറോടത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി ഉത്സവ പരിപാടികൾ ഭക്തിസാന്ദ്രമായി. 82 വർഷങ്ങൾക്കു ശേഷമുള്ള ചടങ്ങുകൾ എന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഉത്സവത്തിലുണ്ട്. നടുവട്ടം അരക്കിണർ ചെറോടത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന തിറ താലപ്പൊലി മഹോത്സവം നടന്നു. 82 വർഷങ്ങൾക്ക് ശേഷമാണ് തിറയോടും മറ്റ് പാരമ്പര്യ അനുഷ്ഠാനങ്ങളോടും കൂടി ഉത്സവം നടത്തുന്നത്. രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് കലശപൂജ, കലശാഭിഷേകം, ഭഗവതി, ഗുരു, ഗുളികൻ, ദണ്ഡൻ, ഹനുമാൻ പൂജകൾ നടന്നു. പ്രതിഷ്ഠാദിന വൈദിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പറമ്പിടി ഉണ്ണികൃഷ്ണൻ തന്ത്രി കാർമ്മികത്വം വഹിച്ചു. അതിനുശേഷം വ്രതാനുഷ്ഠാനങ്ങളോടെ ഊരാൺമ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ തണ്ണീരമൃത് സമർപ്പിച്ചു. തുടർന്ന് അന്നദാനവും ഗുരുദേവൻ തിറ, ഭഗവതി തിറ, ഗുളികൻ തിറ എന്നിവ നടന്നു. തിറയാട്ടത്തിന് പന്തീരങ്കാവ് എടക്കോട്ട് തിറയാട്ട കലാസമിതി നേതൃത്വം നൽകി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടുവട്ടം തമ്പുരാൻകണ്ടി ക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലി ഘോഷയാത്ര ആരംഭിച്ചു. ശേഷം ഗുരുതി തർപ്പണത്തോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രോത്സവത്തിന് തറവാട് കാരണവർ സി പ്രഭാകരൻ, സി ആണ്ടി, ഭാരവാഹികളായ സന്തോഷ് കുമാർ സി, സുധീഷ് കേശവപുരി, സജിത് കുമാർ സി, നിതിൻ ബാലകൃഷ്ണൻ, ഷനോജ് സി, പ്രഗിൽ സി, സനൽ സി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ,
കോഴിക്കോട്. BC റോഡ് തറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചിറ്റാരി പാലക്കൊള്ള് കേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രകാരണവർ കൊടിയേറ്റം നിർവഹിച്ചു. ഫെബ്രുവരി 2, 3 തീയതികളിലാണ് ബേപ്പൂർ BC റോഡ് തറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കൽ ഫെബ്രുവരി 1 ഞായറാഴ്ച നടക്കും. ഉത്സവത്തിന്റെ ആദ്യ ദിനം പുലർച്ചെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിക്കും. കലങ്കരി, സർവൈശ്വര്യ പൂജ, ഭഗവതി സേവ, ദീപാരാധന, സന്ധ്യാവേല, തിറയാട്ടം എന്നിവയും 2ാം ദിവസം ഗണപതി ഹോമം, പറനിറയ്ക്കൽ, കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും കലശം വരവ്, പ്രസാദ ഊട്ട്, ഗുരു, ഭദ്രകാളി, നാഗകാളി വെള്ളാട്ടുകൾ, താലപ്പൊലി, ഭഗവതി ഗുളികൻ തിറകൾ എന്നിവയുമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ശ്രീ വളയനാട് ദേവി ക്ഷേത്ര മഹോത്സവ ദിവസങ്ങളിൽ ക്ഷേത്രവിധി പ്രകാരമുള്ള ചടങ്ങുകൾക്കൊപ്പം ഏറെ പ്രാധാന്യത്തോടെയാണ് കലാകാരന്മാർക്കുള്ള വേദിയും ഒരുക്കുന്നത്. നിരവധി കലാകാരികളാണ് ദേവീ സന്നിധിയിൽ കലാവതരണം നടത്തുന്നത്. തിരുമുറ്റം വേദിയിൽ അരങ്ങേറിയ മെഗാ തിരുവാതിര ശ്രദ്ധ നേടി. ജനുവരി 23 മുതൽ 28 വരെ ദ്രവ്യകലശം പൂർത്തീകരിച്ച് കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന വളയനാട് ദേവി ക്ഷേത്ര മഹോത്സവ ചടങ്ങുകളിൽ ക്ഷേത്രവിധി പ്രകാരമുള്ള ചടങ്ങുകളും ക്ഷേത്ര കലശവും കലാപരിപാടികളുമാണ് പ്രധാനപ്പെട്ടവ. ഇതോടൊപ്പം 6 ദിവസങ്ങളിൽ പ്രസാദ ഊട്ടും ക്ഷേത്രത്തിൽ ഒരുക്കും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രകലകളും തിരുമുറ്റം വേദിയിൽ പ്രദേശത്തെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും നടന്നു വരികയാണ്. റസീല ശ്രീധരന്റെ ഏകോപനത്തിൽ വളയനാട് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ മെഗാ തിരുവാതിര കാണികളുടെ മനസ്സിൽ ഇടം നേടി. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് കലാവതരണം. ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി മടങ്ങുന്ന ഭക്തർ കലാകാരന്മാർക്കും ഏറെ പ്രോത്സാഹനം നൽകിയാണ് മടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NSS എക്കാലത്തും മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച സംഘടനയെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA. STU സംസ്ഥാന സമ്മേളനം ജനുവരി 31 മുതൽ ഫെബ്രുവരി 2 വരെ കോഴിക്കോട്ട്. പ്രവാസികളും മൈഗ്രന്റുകളും നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പ്രോഗ്രസീവ് മൈഗ്രൻസ് ഓർഗനൈസേഷന്റെ സംസ്ഥാന കൺവെൻഷൻ കോഴിക്കോട്ട്. ബഹുസ്വരതയെ ഏകസ്വരമാക്കാൻ ശ്രമിക്കുന്നത് എതിർക്കണമെന്ന് ഗായകൻ VT മുരളി. ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം ആശങ്കാജനകമെന്ന് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.